ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സിബിൾ ആണെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഓക്കെ, ഈവൻ ദോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ലേറ്റർ അമെൻമെന്റ് വഴി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. നോക്കാം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആക്ച്വലി ഈ കൺസെപ്റ്റ് എമർജ് ചെയ്യുന്നത് USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ ഇന്ത്യയെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പറയാവുന്നത് പിന്നീട് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമാണ്. ബിക്കോസ് ബാക്കി എല്ലാ ഡെമോക്രാറ്റിക് കൺട്രികളിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കില്ല. രണ്ട് കൺട്രികൾ എക്സെപ്ഷൻ ആയിട്ട് പറയാവുന്ന ഒന്ന് ഇന്ത്യയാണ്, രണ്ടാമതായിട്ട് നമുക്ക് പറയാവുന്നത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഈസ് മോർ ലൈക്ക് എ സോഷ്യലിസ്റ്റ് ഫീച്ചർ. സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് കൺട്രീസിന്റെ കയ്യിൽ നിന്നും നമ്മൾ കടം കൊണ്ടതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ദെൻ ഇൻ സോഷ്യലിസ്റ്റ് കൺട്രീസ് ഓൺ ദി കോൺട്രറി give equal importance to fundamental rights and fundamental duties. So നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ് കൺട്രീസ് എടുക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എത്രമാത്രം സിഗ്നിഫിക്കൻസ് ആണോ കൊടുത്തിരുന്നത് അത്രയും തന്നെ സിഗ്നിഫിക്കൻസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് സിറ്റിസൺസ് എക്സസൈസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് വാസ് ഇൻസെപ്പറബിൾ ഫ്രം ദി പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. സോ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് സെഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. റൈറ്റ്സിനെ പറ്റിയും ദെൻ DPSP പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ സെഷനകത്ത് ആർട്ടിക്കിൾ 51A അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഓർത്തേക്കുക, ലീഗലി എൻഫോഴ്സിബിൾ അല്ല. രണ്ടാമതായിട്ട് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇന്നത്തെ റഷ്യ USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഇത് ബോറോ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നോർമലി കാണുന്നത് സോഷ്യലിസ്റ്റ് കൺട്രീസിലാണ്. ആൻഡ് ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടുള്ള നമ്മൾ അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തു. അതേപോലെ മറ്റൊരു ഡെമോക്രാറ്റിക് കൺട്രി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്നത് ജപ്പാൻ മാത്രമാണ്. ഓക്കെ, ദെൻ സോഷ്യലിസ്റ്റ് കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഫണ്ടമെന്റൽ റൈറ്റ്സിന് എത്രമാത്രം സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും തന്നെ സിഗ്നിഫിക്കൻസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇത് പല കൺട്രികളിലും ലീഗലി എൻഫോഴ്സിബിൾ ആണ്, വെറാസ് നമ്മളുടെ കൺട്രിയിൽ ഇത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷനോട് കൂടി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഇന്ത്യയിലെ എമർജൻസി ടൈമിൽ നടത്തിയ പഠനങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തത്. അത് പ്രകാരം 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ഇത് പ്രകാരം ആഡ് ചെയ്ത സെഷൻ എന്ന് പറയുന്നത് പാർട്ട് 4A ആണ്. പാർട്ട് 4 എന്താണെന്ന് നമുക്കറിയാം. പാർട്ട് 4 എന്ന് പറയുന്നത് DPSP ആയിരുന്നു. ആ 4ന്റെ കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ പാർട്ട് കൂടി ആഡ് ചെയ്യുന്നു. ആ പാർട്ടാണ് പാർട്ട് 4A. പാർട്ട് 4Aയിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ മാത്രമാണ് ആർട്ടിക്കിൾ 51A. ഈ ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്നത്. ദെൻ ഇനിഷ്യലി 1976 എനാക്ട് ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ടുണ്ടായിരുന്നത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു. പിന്നീട് 2002 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം, എന്താണ് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി. അതുമായിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റുമ്പോൾ പാരന്റ്സിന്റെ ഡ്യൂട്ടി ആക്കി മാറ്റി ഈ പറയുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. 6നും 14 വയസ്സിനിടയിൽ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്.
എന്നാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പ്രകാരം പറയുന്നത്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്ത് ബ്രീഫ് ചെയ്യുവാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. ഇത് ഒറിജിനലി USSR കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിരുന്നു. ഇന്ത്യയിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നത് സ്വരൻ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം 1976 ഈ പ്രൊവിഷൻ ആഡ് ചെയ്തത്. ദെൻ ഇത് ആഡ് ചെയ്യുന്നത് വഴി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു പുതിയ പാർട്ട് വന്നു. ആ പാർട്ടാണ് പാർട്ട് 4A. ദെൻ ആ പാർട്ട് 4A വരുന്നത് ഒരു ആർട്ടിക്കിൾ മാത്രമാണ്. ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. ഓക്കെ. ദെൻ ഇനീഷ്യലി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ടുണ്ടായിരുന്നത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു. പിന്നീട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് ഒരു ഡ്യൂട്ടി കൂടി ആഡ് ചെയ്യുന്നു. 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ആ ഡ്യൂട്ടിയാണ് 11ാമത്തെ ഡ്യൂട്ടി ആയിട്ട് മാറിയത്. അതായത് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പാരന്റ് ടു ഗിവ് എലമെന്ററി എഡ്യൂക്കേഷൻ ടു ദിയർ ചിൽഡ്രൻ. 6നും 14നും വയസ്സിനിടയിലുള്ള കുട്ടികളുടെ എലമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞത്. ദെൻ ഡ്യൂട്ടീസ് നോക്കുകയാണെങ്കിൽ ടു അബൈഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒന്നാമത്തെ ഡ്യൂട്ടി ടു അബൈഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദി നാഷണൽ ഫ്ലാഗ് ആൻഡ് ദി നാഷണൽ ആന്തം. സോ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുക, അതേപോലെ ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെസ്പെക്ട് ചെയ്യുക, ദെൻ നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും റെസ്പെക്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. നമ്മൾ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യുക, നാഷണൽ ആന്തത്തെ റെസ്പെക്ട് ചെയ്യുക, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഐഡിയൽസിനെയും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു ചെരിഷ് ആൻഡ് ഫോളോ ദി നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നോബിൾ ഐഡിയൽസ്, മോഡലുകൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ്, ഈ വാല്യൂസിനെ എല്ലാം നമ്മൾ ഫോളോ ചെയ്യുക, അതേപോലെ അതിലെല്ലാം നമ്മൾ ബഹുമാനം കൊള്ളുക. ഓക്കെ, 2 ഡ്യൂട്ടീസ് പറഞ്ഞു. ഒന്നാമത്തത് നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, അതേപോലുള്ള നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, ദെൻ ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ ഉൾപ്പെടെ റെസ്പെക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം രണ്ടാമതായിട്ട് പറഞ്ഞത് രണ്ടാമതായിട്ട് പറഞ്ഞത് ടു ചെരിഷ് ആൻഡ് ഫോളോ നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് അവർ നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിനെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന നോബിൾ ഐഡിയൽസിനെ നമ്മൾ ഫോളോ ചെയ്യുക, അതിൽ ചെരിഷ് ചെയ്യുക. ദെൻ തേർഡ് വൺ ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദി സോവറിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്വയംഭരണാധികാരം, ഇന്ത്യയുടെ ഐക്യം, അതേപോലെ ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി, ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതെല്ലാം അപ്ഹോൾഡ് ചെയ്യുക, ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. നാലാമത്തെ ഡ്യൂട്ടി ടു ഡിഫെൻഡ് ദി കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. നമ്മളെ നാഷണൽ സർവീസിന് വേണ്ടി വിളിക്കുകയാണ്, ഇന്ത്യയെ സർവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുവാണെങ്കിൽ അപ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് എല്ലാ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ് നാലാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത്. അഞ്ചാമതായിട്ട് ടു പ്രൊവൈഡ് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ട്രാൻസെൻഡിങ് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, റീജിയണൽ ഓർ സെക്ടറൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് റിനൗൺസ് പ്രാക്ടീസസ് ഡെറിഗേറ്ററി ടു ദി ഡിഗ്നിറ്റി ഓഫ് വിമൻ. സോ ഇവിടെ പറയുന്നത് ഹാർമണി അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്, നമ്മുടെ ഒരു ഫ്രാറ്റർനിറ്റി പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുക, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ വിമന്റെ ഡിഗ്നിറ്റി പ്രൊമോട്ട് ചെയ്യുക, സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്കെതിരായിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കുക, അതും നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ 5 ബേസിക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും റെസ്പെക്ട് ചെയ്യാം. രണ്ടാമത്തത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നോബിൾ ഐഡിയൽസിനെ റെസ്പെക്ട് ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മളുടെ നേഷന്റെ സോവറിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി അപ്ഹോൾഡ് ചെയ്യുക, അത് പ്രൊട്ടക്ട് ചെയ്യുക.
നാലാമതായിട്ട് നാഷണൽ സർവീസ് റെൻഡർ ചെയ്യാൻ തയ്യാറാകുക, രാജ്യത്തിൻ്റെ സോവറിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യുക, നാഷണൽ സർവീസിന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് ചെല്ലാൻ തയ്യാറാകുക. ദെൻ അടുത്തത് അഞ്ചാമത്തത് ഹാർമണിയും കോമൺ ബ്രദർഹുഡും, ഒരു ഫ്രാറ്റർനിറ്റി പ്രൊമോട്ട് ചെയ്യുക. ദെൻ വിമൻ്റെ ഡിഗ്നിറ്റി പ്രൊമോട്ട് ചെയ്യുക, ഓക്കെ, സേവ് ചെയ്യുക എന്നുള്ളതാണ് 5 ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആറാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു വാല്യൂ ആൻഡ് പ്രിസർവ് റിച്ച് ഹെറിറ്റേജ് ഓഫ് കൺട്രീസ് കോമ്പോസിറ്റ് കൾച്ചർ. നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് ഇത്രയും ഡൈവേഴ്സ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ കൾച്ചറിനും, രാജ്യത്ത് ഒരുപാട് കൾച്ചർ വരുന്നുണ്ട്, ഒരുപാട് വാല്യൂസ് വരുന്നുണ്ട്. ഈ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ, ഓരോ റീജിയൻ്റെയും വാല്യൂസും കൾച്ചറും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, അതെല്ലാം പ്രിസർവ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. ഓക്കെ. ഏഴാമത്തെ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് എ കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ്. സോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യുക, നാച്ചുറൽ എൻവയോൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലേക്സ്, റിവർ, ദെൻ അതേപോലെ ലിവിങ് ക്രീച്ചേഴ്സിനെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുക, അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ആക്ട് ചെയ്യുക. എട്ടാമത്തെ ഫീച്ചർ ടു ഡെവലപ്പ് എ സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. നമ്മൾ പലപ്പോഴും കാണാത്ത ഒരു പോയിന്റാണത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കാണാൻ റെയറായിട്ട് മാത്രം കാണുന്നതാണ് ഈ സയന്റിഫിക് ടെമ്പർ. മീൻസ് സമൂഹം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഇതിന് കാരണം എന്ന് ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്യൂട്ടിയായി, 8th ഡ്യൂട്ടിയായിട്ട് പറയുന്നത്. ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ. ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം നമ്മളിലേക്ക് വരുവാണെങ്കിൽ ആ അന്ധവിശ്വാസം വരാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കാൻ തയ്യാറാകുക. മറ്റുള്ള എല്ലാ വാല്യൂസിനേക്കാൾ കൂടുതലായിട്ട് ഹ്യൂമനിസത്തിന് വാല്യൂ കൊടുക്കുക. അതേപോലെ എല്ലാ കാര്യങ്ങളിലും സ്പിരിറ്റ് ഓഫ് എൻക്വയറി, നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനുള്ള എബിലിറ്റി ഉണ്ടാക്കുക. ഇതെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഡ്യൂട്ടിയാണ്. ഓക്കെ. 9th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർ വയലൻസ്. ഗവൺമെന്റിന്റെ കീഴിലുള്ള പബ്ലിക് പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യുക, അത് നശിപ്പിക്കാതിരിക്കുക. അതേപോലെ തന്നെ വയലൻസിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്ന ആക്ടിവിറ്റീസുകളിലേക്ക് പോകാതിരിക്കുക. അതേപോലെ വയലന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, വയലൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക. ദെൻ 9 പറയുന്നത് 9th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു സ്ട്രൈവ് ടു ഗെറ്റ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി so that nations constantly rises to high levels of endeavors and achievement. എല്ലാ ഫീൽഡിലും, ഇൻഡിവിജ്വലിന്റെ എല്ലാ ഫീൽഡിലും, എല്ലാ ഏരിയയിലും എക്സലൻസിന് വേണ്ടി വർക്ക് ചെയ്യുക. ഓരോ ഇൻഡിവിജ്വലും അവരവരുടെ ഫീൽഡിൽ മാക്സിമം എക്സലൻസ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ രാജ്യം മൊത്തമായിട്ട് ഒരു ഹൈ ലെവൽ ഓഫ് എൻഡേവർ, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് നേഷൻ ബിൽഡിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ. എല്ലാവരോടും ഒരുമിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക, ഒരുമിച്ച് നിന്നുകൊണ്ട് എഫേർട്സ് എടുക്കുക. ആ എഫേർട്ട് എന്ന് പറയുന്നത് എക്സലൻസ് നേടാൻ വേണ്ടിയായിരിക്കണം. ഈ എക്സലൻസ് വഴി രാജ്യത്തിന് തന്നെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് ദി 11th one. To provide opportunities for education to children or what between the age of 6 to 14, and this duty was added by 86th Constitution Amendment Act. നമ്മൾ പറഞ്ഞതാണ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു കുട്ടിക്കും എലമെന്ററി എഡ്യൂക്കേഷൻ അധികാരമുണ്ടെന്നാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. ഇവിടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് അതേ ടൈമിൽ തന്നെ, ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്, ഇത് അഡോപ്റ്റ് ചെയ്ത ടൈമിൽ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന റൈറ്റ് 21A നേടിയെടുക്കാൻ വേണ്ടി അത് കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പാരന്റ്സിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. സോ അങ്ങനെ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് വരുന്നത്. ഒരു തവണ കൂടി നോക്കാം ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്. ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയുക നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്.
ഏതൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് അറിയുക എന്നുള്ളത്. സോ ആദ്യമായിട്ട് അബൈഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഐഡിയൽസിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തിനെയും റെസ്പെക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് ഫോളോ ദി നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് നാഷണൽ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ. അവർ ഫ്രീഡം സ്ട്രഗിളിൽ വന്നിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് അതെല്ലാം ഫോളോ ചെയ്യുക, അതിനെ ചെരിഷ് ചെയ്യുക. ദെൻ uphold ആൻഡ് പ്രൊട്ടക്ട് ദി സോവറിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ. നമ്മുടെ രാജ്യത്തിന്റെ സോവറിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക. ദെൻ ടു ഡിഫെൻഡ് ദി കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. നമ്മളെ വിളിക്കുകയാണെങ്കിൽ, നാഷണൽ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാകുക. ദെൻ അഞ്ചാമതായിട്ട് ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്. എല്ലാ ആളുകളുടെ ഇടയിലും ഒരു കോമൺ ബ്രദർഹുഡ്, ഫ്രാറ്റർനിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിഗ്നിറ്റി ഓഫ് വിമൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ ആക്ടിവിറ്റികളിലേക്കും പോകാതിരിക്കുക. ആറാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞത് ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദി റിച്ച് ഹെറിറ്റേജ് ഓഫ് ദി കൺട്രീസ് കോമ്പോസിറ്റ് കൾച്ചർ. നമ്മളുടെ കൺട്രിക്ക് ഒരു കോമ്പോസിറ്റ് കൾച്ചറാണുള്ളത്, ഒരുപാട് കൾച്ചറുകളുടെ മിക്സ്ചറാണ് നമ്മുടെ കൺട്രി. ഈ കൺട്രിയുടെ വാല്യൂ, അതേപോലെ തന്നെ അവരുടെ ഹെറിറ്റേജ് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. ദെൻ ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെന്റ്, ദാറ്റ് വാസ് ദി 7th ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അതിനുശേഷം സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരിക്കുക, ഹ്യൂമനിസം ഉണ്ടായിരിക്കുക. അതിനെല്ലാത്തിനും നമ്മളുടെ ബേസിക് ആയിട്ടുള്ള മീൻസ് ഇപ്പോൾ ഈവൻ ഇഫ് റിലീജിയൻ ആയാൽ പോലും അതിനെല്ലാത്തിനേക്കാൾ കൂടുതലായിട്ട് വാല്യൂ ഈ തരത്തിലുള്ള സയന്റിഫിക് ടെമ്പറിനും സയന്റിഫിക് എൻക്വയറിക്കും കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് 8ാമത്തെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. 9ാമത്തെ ഡ്യൂട്ടി ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർ വയലൻസ്. പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ഗാർഡ് ചെയ്യുക, വയലൻസിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ദെൻ 10th ഡ്യൂട്ടി ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. എല്ലാവരും അവരവരുടെ ഏരിയകളിൽ എല്ലാ ഫീൽഡിലും മാക്സിമം എക്സലൻസിന് വേണ്ടി എഫർട്ട് എടുത്ത് ട്രൈ ചെയ്യുക. അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഓവറോൾ ഡെവലപ്മെന്റിനെ സഹായിക്കും. ആൻഡ് ഫൈനലി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്, 6നും 14നും വയസ്സിനിടയിൽ ഉള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഇത്രയുമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. പക്ഷെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ there are some criticisms. നമ്മൾ കാണുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം നോട്ട് എക്സ്ഹോസ്റ്റീവ്, മീൻസ് എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതൊരു ക്ലിയർ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് സ്റ്റേറ്റ്മെന്റോ അല്ല. ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ മിസ്സാവുന്ന ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ലൈക്ക് കാസ്റ്റിംഗ് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ വോട്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ടാക്സ് പേ ചെയ്യുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്, അതും ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നില്ല. ഫാമിലി പ്ലാനിങ് ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ആ ഒരു ടൈം പീരീഡിൽ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത് ഏതൊരു പൗരന്റെ ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ പാർട്ടായിട്ട് വരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ വരേണ്ടതുണ്ടായിരുന്നു, അതൊന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ പാർട്ടായിട്ട് വന്നില്ല. ദെൻ സെക്കൻഡ്, വേഗ്, ആംബിഗ്വസ് ആൻഡ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ബൈ കോമൺ മെൻ. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ വേഗാണ്, ക്ലാരിറ്റി ഇല്ല. അതേപോലെ തന്നെ ആംബിഗ്വിറ്റി നമുക്ക് കാണാൻ പറ്റും, ക്ലാരിറ്റി ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ദെൻ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് അല്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ ഡ്യൂട്ടി എങ്ങനെയാണ്, എന്താണ് ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ടാണ്. ലൈക്ക് നോബിൾ ഐഡിയൽസ്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് കൾച്ചർ, അതും അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ. ഇതിന് ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം. അതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഈസ് മിസ്സിങ്. ഓക്കെ, അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഒരു ക്രിറ്റിസിസം ആണ്. ദെൻ ഇറ്റ്സ് എ കോഡ് ഓഫ് മോറൽ പെർസെപ്റ്റ്സ് ഡ്യൂ ടു ദെയർ നോൺ ജസ്റ്റിസബിൾ ക്യാരക്ടർ. ഇതൊരു മോറലി നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ലീഗലി നമുക്ക് എൻഫോഴ്സ് ചെയ്യാവുന്നതല്ല. ഓക്കെ, ഈ പറയുന്ന പ്രൊവിഷൻസ് എല്ലാം നമ്മളെല്ലാവരും ചെയ്യണം എന്ന് പറയുമ്പോഴും ഇതൊരു മോറൽ പ്രിൻസിപ്പിൾസ് മാത്രമാണ്, അല്ലാതെ നിയമപരമായിട്ട് നേടിയെടുക്കാൻ സാധിക്കില്ല. അതും ഇതിന്റെ ഒരു ക്രിറ്റിസിസം ആണ്. ദെൻ ഡിസ്ക്രൈബ്ഡ് ബൈ ദി ക്രിറ്റിക്സ് ആസ് സൂപ്പർ ഫ്ലോസ്. ബിക്കോസ് ഇവിടെ എല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്,
പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള വേയ്സോ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നോ ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് പറയുന്നില്ല. അതേപോലെ തന്നെ ഇത് വയലേറ്റ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമോ എന്നോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഒരിടത്ത് തന്നെ മെൻഷൻ ചെയ്യുന്നില്ല. സോ ബിക്കോസ് ദീസ് ആർ നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ. ആൻഡ് ഫൈനലി, inclusion of fundamental duties as a appendix to part 4. That means you need to know that ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഡിലല്ല ആഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് 4ന്റെ എൻഡിലാണ്. പാർട്ട് 4ന്റെ എൻഡ് എന്ന് പറയുമ്പോൾ പാർട്ട് 4 ഈസ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ എൻഡിലാണ് ആഡ് ചെയ്തത്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇറ്റ്സെൽഫ് ഈസ് നോൺ ജസ്റ്റിസബിൾ, നിയമപരമായിട്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നാണ്. അതിന്റെ ചുവട്ടിൽ, അതിന്റെ താഴെയായി ഇങ്ങനെ ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യുമ്പോൾ അഗെയിൻ ഇത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ദിസ് ആർ ദി ക്രിറ്റിസിസംസ്. ഒന്നാമത്തെ ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞത് നോൺ എക്സോസ്റ്റീവ് ആണ്. മീൻസ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, ലൈക്ക് കാസ്റ്റിംഗ് വോട്ട് അല്ലെങ്കിൽ പേയിങ് ടാക്സ്. ഇതൊന്നും ഇതിന്റെ പർവ്യൂവിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ദെൻ രണ്ടാമതായിട്ട് വേഗാണ്, ആംബിഗ്യൂസ് ആണ്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന ലാംഗ്വേജ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഇറ്റ്സ് ജസ്റ്റ് എ കോഡ് ഓഫ് മോറൽ കോണ്ടാക്ട്, അല്ലെങ്കിൽ മോറൽ പെർസെപ്ഷനെ പറ്റി മാത്രമാണ്, ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ബിക്കോസ് ദീസ് ആർ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ. പിന്നെ നോക്കാവുന്നത് ഇതൊരു സൂപ്പർ ഫ്ലോസ് ആണ്. ബിക്കോസ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഫണ്ടമെന്റൽ വുഡ് ബി പെർഫോംഡ് ബൈ പീപ്പിൾ ഈവൻ ദോ ഇറ്റ് വാസ് നോട്ട് മെൻഷൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ബിക്കോസ് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധാരണക്കാർ ഒരു മോറൽ വാല്യൂ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ പറയേണ്ട കാര്യം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണുള്ളത് എന്നൊരു ചോദ്യവും കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. ആൻഡ് ഫൈനലി പാർട്ട് 4ന്റെ എൻഡിൽ ആഡ് ചെയ്തത് ഇതിന്റെ പവർ കുറയ്ക്കുകയാണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് റിമാർക്കബ്ലി റെഡ്യൂസ് ചെയ്യുകയാണ്. ദീസ് ആർ ദി ക്രിറ്റിസിസംസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ദെൻ ഇത്രയും ക്രിറ്റിസിസം ഒക്കെ പറയാമെങ്കിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് കുറച്ച് സിഗ്നിഫിക്കൻസും ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ആക്ട്സ് ആസ് എ റിമൈൻഡർ. എന്താണ് ഓരോ സിറ്റിസണും ചെയ്യേണ്ടത്, സിറ്റിസൺ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. ബിക്കോസ് എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ന് പറയാവുന്ന ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 51Aയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ സിറ്റിസൺസിനും ഇതൊരു റിമൈൻഡർ ആണ്. ദെൻ ഇറ്റ് സെർവ്സ് ആസ് എ വാർണിംഗ് അഗെയിൻസ്റ്റ് ആന്റി നാഷണൽ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. സോ ലൈക്ക് ബേണിംഗ് ഓഫ് നാഷണൽ ഫ്ലാഗ്, ഡിസ്ട്രോയിങ് ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള ആന്റി നാഷണൽ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അതേപോലെ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിരേഷൻ ഫോർ സിറ്റിസൺസ് ടു പ്രൊമോട്ട് എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് കമ്മിറ്റ്മെന്റ് എമംഗ് ദം. ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ബ്രദർഹുഡ്, അതേപോലെ തന്നെ ഒരു സയന്റിഫിക് ടെമ്പർ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ ആണ് ആർട്ടിക്കിൾ 51A. സോ ഇതൊരു ഇൻസ്പിരേഷൻ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യും. ദെൻ ദേ ഹെൽപ്പ് കോർട്ട് ഇൻ എക്സാമിനിങ് ആൻഡ് ഡിറ്റർമിനിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് എ ലോ. ചില കേസുകളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യുമ്പോൾ, ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ദീസ് ആർ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോ വരാൻ സാധിക്കില്ല. പക്ഷേ മറ്റു ചില കേസുകൾ വന്നു കഴിഞ്ഞാൽ, വേറൊരു കേസ് വരുവാണെന്ന് വിചാരിക്കുക, ആ കേസുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് സയന്റിഫിക് ടെമ്പർ ആണ് കണ്ടെസ്റ്റിൽ വന്നിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ സയന്റിഫിക് ടെമ്പർ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് എന്ന് കോടതിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു എക്സാമിന് അല്ലെങ്കിൽ ഡിറ്റർമിനിങ് പർപ്പസിന് വേണ്ടി ഫണ്ടമെന്റൽ ഡ്യൂട്ടി പലപ്പോഴും കോടതികൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. മറ്റൊരു കേസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോടതിക്ക് പറയാം അത് ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറയാം. അതിനുള്ള പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 51A പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ദേ ആർ എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറയുമ്പോൾ ദേ ക്യാൻ ബി മെയ്ഡ് എൻഫോഴ്സിബിൾ. അതായത് ഈ പറയുന്ന പ്രൊവിഷൻസ് എല്ലാം നോൺ ജസ്റ്റിസബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നോൺ ജസ്റ്റിസബിൾ ആണെങ്കിലും നിയമം കൊണ്ടുവന്നത്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആദ്യത്തെ പ്രൊവിഷൻ തന്നെ പറയുന്നത് റെസ്പെക്റ്റിംഗ് നാഷണൽ ഫ്ലാഗ് ആണ്. ഇപ്പോൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ, നാഷണൽ ഫ്ലാഗ് കത്തിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസും എടുക്കില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. ബിക്കോസ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് മറ്റൊരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, ലൈക്ക് നാഷണൽ ഫ്ലാഗ് കോഡ് ബിൽ പോലുള്ള ആക്ടുകൾ.
അങ്ങനെയുള്ള ആക്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രൊവിഷൻസിനെ നമുക്ക് ലീഗലി എൻഫോഴ്സിബിൾ ആക്കാൻ സാധിക്കും. സോ നമ്മൾ ആദ്യം പറയുന്നത് ഇത് നോൺ ജസ്റ്റിസബിൾ ആണെന്ന്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പ്രൊവിഷൻ നോൺ ജസ്റ്റിസബിൾ ആണ്. വെറാസ് ഈ പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആക്ടുകൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ പ്രൊവിഷന്റെ ബേസിൽ മറ്റ് ആക്ടുകൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻസിന് ലീഗൽ വാലിഡിറ്റി കിട്ടും. ഓക്കെ, സോ സിഗ്നിഫിക്കൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ്, ഒരു റിമൈൻഡർ ആണ്. സെക്കൻഡ്, ഇതൊരു വാർണിംഗ് ആണ്. തേർഡ്, ഇതൊരു ഇൻസ്പിറേഷൻ ആണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി കോർട്ടിനെ അസിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ദിസ് ക്യാൻ ബി മെയ്ഡ് എൻഫോഴ്സിബിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ചെറിയ ടോപ്പിക്കാണ്. എല്ലാ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓർക്കേണ്ട കാര്യങ്ങൾ. അമെൻമെന്റ് ഏതായിരുന്നു ഓർക്കുക. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ്. ദെൻ ഇനീഷ്യലി 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആഡ് ചെയ്തതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ 11ാമത്തത്. അത് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരമായിരുന്നു. ദെൻ പാർട്ട് 4A ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 4A എന്ന് പറയുന്നത് 51A ആണ്. ആർട്ടിക്കിൾ 51A ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക.